ശ്രീമദ് ഭാഗവതം ക്ലാസ് 54 നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 3 25-ാമത്തെ അധ്യായമാണ്. ഇത് ദേവാഹൂതി കപില സംവാദമാണ്. കപിലൻ ആത്മീയ കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുള്ള ശക്തിവിശേഷമാണ്. അത് മനുഷ്യരിൽ രണ്ട് തരം ജീവിതമുണ്ട്, ആത്മീയവും ഭൗതികവും. രണ്ടും ചേർത്ത് വെച്ചൊന്നും പോകാൻ പറ്റില്ല, ഒന്നിക്ക് ആത്മീയം ഒന്നിക്ക് ഭൗതികം. അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ഈ മനുഷ്യരെ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കി നടക്കുന്ന ആ ശക്തി വിശേഷമായിട്ട് അല്ലെ അത്തരം ആൾക്കാരുടെ സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാണ് കപിലിലൂടെ പറഞ്ഞു തരുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ എങ്ങനെ ജീവിക്കണം എന്നെല്ലാമാണ്, ആ ലക്ഷ്യം എത്തിച്ചേരുവാൻ എങ്ങനെയെല്ലാം ജീവിക്കണമെന്നാണ് ഈ ഒരു കപിലിലൂടെ വ്യക്തമാക്കി തരുന്നത്. അപ്പം നമുക്ക് ഒന്നിൽ നോക്കാം. ശൗനകൻ ചോദിച്ചതിന് ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യരുടെ ആത്മതത്വം ഉപദേശിക്കുവാൻ വേണ്ടി കപിലൻ എന്ന സാഖ്യശാസ്ത്ര പ്രവർത്തകനായിട്ട് അവതരിച്ചു. സാഖ്യശാസ്ത്ര പ്രവർത്തനം എന്ന് പറയുമ്പോൾ, സാഖ്യശാസ്ത്ര പ്രവർത്തകനായി എന്ന് പറയുമ്പോൾ വേദപുരാണ ഉപനിഷത്തുക്കൾ പൂർണ്ണമായി, വേദത്തിൽ ആധുനിക സയൻസും ഉണ്ട്, ആധുനിക സയൻസ് കണ്ടെത്താത്ത പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭൗതികോ ആധ്യാത്മികമായ കാര്യങ്ങൾ. ഇന്ന് മോഡേൺ സയൻസ് എല്ലാം പറയുന്നത് ഭൗതികമാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങളും കൂടി അതിന് കുറച്ച് മുൻതൂക്കം കൊടുത്തിട്ട് കൊണ്ടാണ് ഇത് ശ്രീകൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണു, ഇവിടെയെല്ലാം വിഷ്ണുവാണ്, വിഷ്ണു അവതരിച്ചതായിട്ടാണ്, കപിലിനായിട്ട് അവതരിച്ചതായിട്ടാണ് ദേവാഹൂതിയിലൂടെ അവതരിച്ചതായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് കഥയിലാണ്, അല്ലാതെ അങ്ങനെ ഒരു വ്യക്തിയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ രണ്ടിൽ പറയുന്നത്, ഇതിൽ ശൗനകൻ പറയുകയാണ്, ഭൂമാനുമാർക്കിടയിൽ ഉത്തമനായവനും യോഗികൾക്കിടയിൽ ശ്രേഷ്ഠനായവനും പരിഷ്ഠനും, ഏറ്റവും ഉയർന്ന യോഗികളുടെ ആ ഒരു നിലയിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ളവനും ശ്രവണത്താൽ ഉള്ളിൽ പ്രകാശിക്കുന്നവനുമായ ഈ കഥകളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പ്രകാശമുണ്ടാകും, ആത്മീയപരമായ ചിന്തയിലേക്ക്. ആ ഭഗവാന്റെ കീർത്തി എത്ര കേട്ടിട്ടും എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് മതി വരുന്നില്ല. അതായത് ശൗനകൻ്റെ. എൻ്റെ 3 പറയാണ്, ആ കപില ഭഗവാന്റെ ആചാരങ്ങളും കീർത്തനങ്ങളുമെല്ലാം ശ്രദ്ധാലുവായ എനിക്ക് വിവരിച്ചു തന്നാൽ, അത് എനിക്ക് വിവരിച്ചു തരാൻ വേണ്ടി പറയുകയാണ് ആ കഥകൾ. അപ്പം ഈ അധ്യായത്തിൽ ആധ്യാത്മിക കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നീങ്ങുന്ന, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ആ ശക്തിവിശേഷത്തെയാണ് വിവരിക്കുന്നത്. അപ്പോൾ സൂതൻ പറയുകയാണ്, ശൗനകൻ ചോദിച്ചപ്പോൾ സൂതൻ പറയുകയാണ്, ഇപ്രകാരം തന്നെയാണ് പണ്ട് വിതുരരും മൈത്രേയനോട് ചോദിച്ചത്. അപ്പം മൈത്രേയൻ സന്തോഷിച്ചിട്ട് അതിനുള്ള ഉത്തരം പറയുകയാണ്. അപ്പോൾ 5 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിതാവ് വനത്തിലേക്ക് പോയ ശേഷം കപിലൻ വനത്തിലേക്ക് പോയി, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വനത്തിലേക്ക് പോയി. പിന്നെ ശ്രീ കപിലൻ അമ്മക്ക് പ്രീതിയേകുവാൻ വേണ്ടിയിട്ട്, കാരണം അമ്മ ചോദിച്ചിട്ടാണ് ഞാനിനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് ഇനിയുള്ള ജീവിതം, കാരണം പിതാവ് കർദമൻ പോയി കഴിഞ്ഞാൽ ഭാര്യക്ക് പിന്നെയുള്ള ജീവിതം എങ്ങനെ തള്ളി നീക്കണം എന്നുള്ള ഒരു വിഷമമെല്ലാം ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെയാണ് ഈ കപിലൻ ജനിക്കുന്നത്. അപ്പം കപിലൻ അമ്മയ്ക്ക് പ്രീതിയേകുവാൻ വേണ്ടി ആ ബിന്ദു സരസിൽ തന്നെ താമസിച്ചു, അവിടെ തന്നെ താമസിച്ചു. എന്നിട്ട് 6 അവിടെ ഉപവിഷ്ടനും കർമ്മവൃത്തനും ആയ പുത്രനോട്, അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ താമസിക്കുന്ന പുത്രനോട്
ബ്രഹ്മാവ് പറഞ്ഞത് പ്രകാരം, ബ്രഹ്മാവ് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ദേവാഹൂതി പറയുന്നു. അപ്പൊ 7 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മഹാനുഭാവ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അസത്തുക്കളായ ഇന്ദ്രിയങ്ങളെ, ഇപ്പൊ ഇതുവരെ ദേവാഹൂതി ഇന്ദ്രിയ സുഖവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവുമായിട്ട് കുട്ടികളെയെല്ലാം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിലായിരുന്നു. അത് അസത്തുക്കളായ ഇന്ദ്രിയങ്ങളാണ്. അതിനെ തൃപ്തിപ്പെടുത്തുക നിമിത്തം ഏറ്റവും വലഞ്ഞു കിടക്കുകയാണ് ഞാൻ. അപ്പോൾ ആ ഇന്ദ്രിയ സുഖത്തിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴെന്ത് പറ്റി? ഇനി അതൊന്നും നടക്കുന്ന കാര്യമല്ല, ഭർത്താവ് പോയി. അപ്പോൾ ഏറ്റവും വലഞ്ഞു കിടക്കുകയാണ്. അതിനാൽ കൂരിരുട്ടായി എല്ലാം അനുഭവപ്പെടുന്നു. എനിക്ക് എല്ലാം കൂരിരുട്ടായിട്ടാണ് തോന്നുന്നത് ഇനിയുള്ള കാലം. അപ്പം കരകാണാ കടലിൻ്റെ മാവുന്ന എൻ്റെ അന്ധകരണത്തിൽ മറുവശം കടക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ഇന്നത്തെ ഈ പ്രശ്നത്തിൽ നിന്നും കടക്കാൻ വേണ്ടിയിട്ട് നിൻ തിരുവടിയുടെ കടാക്ഷം, നിന്റെ കടാക്ഷം ഉണ്ടായാൽ എനിക്കത് സാധിക്കും. അതുകൊണ്ട് നിൻ കടാക്ഷം ഉണ്ടാകണം എന്ന് പറയുകയാണ്. എന്നിട്ട് 9 പറയാണ്, ജീവന്മാരുടെ ആദികാരണവും, എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിൻ്റെ ആദികാരണം ആര് തന്നെയാണ്? വിഷ്ണു തന്നെയാണ്. ജ്ഞാനൈശ്വര്യങ്ങളുടെ പൂർണ്ണതയും, എല്ലാ ജ്ഞാനത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും പൂർണ്ണതയും വിഷ്ണു തന്നെയാണ്. ആയ ഈശ്വരൻ തന്നെയായ നിന്തിരുവഴി, ആ ഈശ്വരൻ തന്നെയാണ് ഇവിടെ കപിലനായിട്ട് വന്നിരിക്കുന്നത്, മകനായിട്ട് വന്നിരിക്കുന്നത്. ആയ നിൻ തിരുവടി മോഹാന്ധകാരത്തിൽ കണ്ണുകാണാത്ത ലോകത്തിൻ്റെ മോഹാന്ധകാരത്തിൽ, മോഹത്തിൽ ഭ്രമിച്ചുകൊണ്ടാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവർക്കെപ്പോഴും കഷ്ടപ്പാടാണ്. അതുകൊണ്ട് അവർ കണ്ണു കാണാത്ത ലോകത്തിൻ്റെ നേത്രമായിട്ട് അവരുടെ കണ്ണ് തെളിയാൻ വേണ്ടിയിട്ട് സൂര്യനെ പോലെ ഉദിച്ചു. സൂര്യനാണ് അന്ധകാരങ്ങളെല്ലാം നീക്കുന്നത്. അതുപോലെ മോഹത്തിൽ അകപ്പെട്ട മനുഷ്യരുടെ അന്ധകാരം നീക്കുവാനായിട്ടാണ് നീ വന്നത്. അത് ആത്മീയതയിലൂടെ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. ഭൗതിക ലോകം തന്നെയാണ്, അത് ഉള്ളത് തന്നെയാണ്. മായ എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇതെല്ലാം മിഥ്യയാണ്, ഇതൊന്നും ഇല്ലാതെയല്ല, ഇതെല്ലാം ഉള്ള തന്നെയാണ്. പക്ഷേ ഒറ്റയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞാനെന്ന ചിന്ത വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. എന്നാൽ ഇതെല്ലാം ആ ശക്തിയാണ് ഒരു ലോകം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണ്. അല്ലാതെ എനിക്കിലൊരു പങ്കുമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കണം. എന്നിട്ട് ഈ ലോകത്തിൽ കർമ്മം ചെയ്യണം. ഈ ലോകമുണ്ട്, അത് കർമ്മം ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു കൊടുത്തേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചത്. ഇത് ഇല്ലാത്തതൊന്നുമല്ല, ആ അർത്ഥത്തിലല്ല. നമ്മൾ പക്ഷെ നാം എന്ന ചിന്ത കൊണ്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. എന്തെല്ലോ കാണുമ്പോൾ നമ്മൾ ഭ്രമിച്ചു പോകുന്നു. ആ ഭ്രമത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതേസമയം ഇതെല്ലാം ആ ശക്തിയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അതിനായി ചെയ്യുകയാണെങ്കിൽ ഈ ഭ്രമമില്ല. അപ്പോൾ ആ ശക്തിയുടെ ഒരു മായയാണ് ഇത് മുഴുവൻ. ആ അർത്ഥത്തിലെടുക്കണം. അതൊരു എന്തെല്ലോ കാട്ടിക്കൂട്ടുന്നു, നമ്മളെ വെച്ച് കാട്ടിക്കൂട്ടുന്നു. ഈ അർത്ഥത്തിലെടുക്കണം. അതാണ് മായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ദിവ്യമായ കണ്ണ് സൂര്യനെ സമാനമായുള്ള ആ ഒരു കണ്ണായിട്ട് വേണം ഈ കപിലനെ കാണുവാൻ, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെ കാണുവാൻ. ഇത് 10 പറയാണ്, ഹേ പ്രകാശവാനെ, അങ്ങനെ എല്ലാവരുടെയും അന്ധകാരം നീക്കാൻ കഴിവുള്ള പ്രകാശവാനെ, ഈ ദേഹാദികളിൽ ഞാൻ എൻ്റേത് എന്നും മറ്റുമുള്ള ആഗ്രഹബുദ്ധി, നമ്മുടെ ശരീരത്തിലെ ഞാൻ, എനിക്ക്, എൻ്റേത് എന്നുള്ള ആഗ്രഹബുദ്ധി മാറിയാൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. അപ്പം ഞാനാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇതെല്ലാം എൻ്റെ എന്ന ചിന്ത വെച്ച് അതെല്ലാം നമ്മളെ കൈമേൽ വന്നത് നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഒരു ജീവനക്കാരനെ ജോലിക്കെടുത്തു കഴിഞ്ഞാൽ
ഒരു ഹിന്ദിക്കാരെല്ലാം വീട്ടിൽ വരും ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നമ്മളെ സാധനങ്ങൾ എടുത്ത് കൊടുക്കും, എന്നാ പിടിച്ചോ ചെയ്യാൻ വേണ്ടിയിട്ട്. വെട്ടാനാണ് കൊടുവാള് കൊടുക്കും, ഇതെല്ലാം കൈമ കൊടുക്കും, അവന് ഭക്ഷണവും കൊടുക്കും. അപ്പം അതെല്ലാം അവൻ്റേതാണെന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ഇതുപോലെ തന്നെയാണ് നമ്മളെ ജനിപ്പിച്ചിട്ട് നമുക്ക് കർമ്മം ചെയ്യേണ്ട സാധനങ്ങളെല്ലാം, വസ്തു, വീട്, താമസിക്കാനുള്ള എല്ലാം ആ ശക്തി ശരിയാക്കി തരുന്നു. ആ നിലയിൽ അതിനെ കാണണം. അല്ലാതെ ജനിച്ചു, എനിക്ക് കർമ്മം ചെയ്യാനുള്ള ഓരോ സാധനം തന്നിട്ടുണ്ട്, കുട്ടികളുണ്ടാക്കാൻ ഭാര്യനെ തന്നിട്ടുണ്ട്, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതാണ് തരുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അപ്പോൾ എൻ്റേത് എന്നും മറ്റുമുള്ള ആഗ്രഹബുദ്ധി നിൻ തിരുവടിയിൽ സംയോജിക്കപ്പെടുന്നുവോ അത് അതെല്ലാം നിന്നിലേക്ക് അങ്ങ് അർപ്പിച്ചാൽ ആ എൻ്റെ വിഭ്രാന്തിയെ നീക്കാൻ പറ്റും. അത് നിന്നിലേക്ക് അർപ്പിക്കുന്ന തരത്തിലുള്ള ജ്ഞാനം നൽകിയാൽ എൻ്റെ വിഭ്രാന്തിയെല്ലാം പോകും, നമ്മുടെ വിഭ്രാന്തിയും പോകും. എൻ്റെ 11 പറയുകയാണ്, സ്വഭക്തരുടെ സംസാര വൃക്ഷത്തിൻ്റെ. അപ്പോൾ ഈ സംസാരമാകുന്ന വൃക്ഷം അതൊരു വൃക്ഷമായിട്ട് ഉപമിച്ച, അല്ലാതെ അതിനുള്ള ഒരു വൃക്ഷം ഉണ്ടെന്നൊന്നും ചിന്തിക്കരുത്. ഈ സംസാരമാകുന്ന വൃക്ഷത്തിനെ ഛേദിക്കാൻ കഴിവുള്ളവനും ശരണാഗതനുമായ നിൻ തെരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഈ സംസാര സാഗരം മറികടക്കാൻ, ആ വൃക്ഷത്തെ മുറിച്ചു മാറ്റി എന്നെ സ്വതന്ത്രമാക്കാൻ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. പ്രകൃതിയുടെയും പുരുഷൻ്റെയും വിവേക വിജ്ഞാനം, പ്രകൃതിയും പുരുഷനും കൂടിയിട്ടാണ് ഈ പ്രപഞ്ചമായി മാറിയത്. ആദ്യം പ്രകൃതി, അതിൻ്റെ ദ്വയമായ പുരുഷൻ, അതിൻ്റെ ദ്വയമായ പ്രകൃതി. അതിലൂടെയാണ് ഈ സംസാരമെല്ലാം ഉണ്ടായത്. ആ ജ്ഞാനം സിദ്ധിക്കുവാനായി അതിൻ്റെ പിന്നിലുള്ള രഹസ്യം, എന്തിനാണ് ഈ പ്രകൃതിയും പുരുഷനും എല്ലാം ഉണ്ടായത്? അതാണ് ആത്മീയ വശം എന്ന് പറയുന്നത്. ആത്മാവിൽ നിന്ന്, ആ പരമാത്മാവിൽ നിന്ന്, അല്ലെ ആ പ്ലാനിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അതെന്തുകൊണ്ടുണ്ടായി? അതിനൊരാഗ്രഹമുണ്ടായി, ഒരു ലോകം സൃഷ്ടിക്കണമെന്ന്. അതിനനുസരിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി. അതാണ് പരമാത്മാവ്. ആ തത്വങ്ങളെല്ലാം അറിയേണ്ടത്. സനാതനധർമ്മജ്ഞരിൽ പ്രമുഖനായ ഭഗവാന്, അതാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത് ആ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് ഒരു സമയത്ത് എന്തു തോന്നുന്നു? ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു, ഒരു സുന്ദരമായ ലോകം. 4 ഘട്ടങ്ങളിലൂടെ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അവസാനം ഒരു സുന്ദരമായ ലോകം ഉണ്ടാകും. വസുദേവ കുടുംബം, എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്വത്തോടെ. ജനിച്ചവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാണ്. അങ്ങനെ ലോകമായി മാറണം. അതാണ് ശുദ്ധമായ ലോകം. ശാസ്ത്രത്തിലല്ല, എല്ലാ ജ്ഞാനവും തികഞ്ഞ് ലോകം മുഴുവൻ ഒരു തറവാട് മാതിരിയാണ്. കാരണം ഈശ്വരന് ജാതിയും മതവും ഒന്നും തന്നെയില്ല. അത് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ താമസിക്കുന്ന ഒരു ലോകമാണ്. അത് 3-ാം ലോകമഹായുദ്ധത്തിലെ അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിലൂടെയാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ പടിവാതിക്കലാണ്, അതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് സനാതനധർമ്മം. ബ്രഹ്മമാണ്. ഒരു കാലഘട്ടത്തിൽ അതിനിങ്ങനെയൊന്നും ഉണ്ടായി, അതുണ്ടാക്കുന്നു, പിന്നെ പൊളിച്ച് അതിൽ തന്നെ കൊണ്ടുപോകുന്നു. ഇതാണ്, ആ സൈക്കിളാണ് സനാതനം. അത് നമുക്ക് മാത്രമുള്ളതല്ല, ലോകത്തിൻ്റെ കാര്യമാണ്. ലോകത്തിൻ്റെ അല്ല, പ്രപഞ്ചത്തിൻ്റെതാണ്. ഈ 14 ലോകങ്ങളുടെയും ചരിത്രമാണത്. അതങ്ങനെയാണ് സൈക്കിളായിട്ട് പോവുക. അതാണ് സനാതനമായിട്ടുള്ള ഏക ശാസ്ത്രം. ആ ശാസ്ത്രമാണ് സനാതനധർമ്മം. അല്ലാതെ നമ്മളിവിടെ കിടന്നിട്ട് എന്തല്ലോ കാട്ടിക്കൂട്ടുന്നതൊന്നും അല്ല സനാതനധർമ്മം. എന്തെങ്കിലും ആരെങ്കിലും മരിച്ചതിനെ പിടിച്ചിട്ട് ദൈവമാക്കിയിട്ട് ഇതെല്ലാം നമ്മളെ സനാതനധർമ്മമാണ്, നിനക്ക് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാവില്ല എന്നെല്ലാം പറയുന്നത് മണ്ടത്തരമാണ്. സനാതനധർമ്മം ഇതൊന്നുമല്ല, നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നതൊന്നുമല്ല സനാതനധർമ്മം. സനാതനമായ എന്നെന്നും നിലനിൽക്കുന്നത് ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് ഒരു കാലത്ത് തോന്നി ഒരു പ്രപഞ്ചമുണ്ടാകണമെന്ന്, ഒരു സുന്ദരമായ ലോകം, എല്ലാവരും കുടുംബത്തിലെ അംഗത്തെ പോലെ താമസിക്കുന്ന ഒരു ലോകം. അത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിലൂടെ അവസാനമുണ്ടാക്കും.
അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊളിച്ചു മാറ്റും, പിന്നെ അത് കൊണ്ടുപോയാൽ ശരിയാവില്ല. കാരണം അവന്മാർ പിന്നെ മനുഷ്യരാദ്യം തമ്മിൽ തല്ലാൻ തുടങ്ങും. കുടുംബം പിന്നെ ആദ്യം ചിഹ്ന ഭിന്നമാവും. അപ്പോൾ ആ കുടുംബം എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു കാലം നിലനിർത്തിയിട്ട് എത്ര കാലം നിലനിർത്താമോ അത്രയും നിലനിർത്തുള്ളൂ. പിന്നെ ഇവന്മാർ പണ്ടത്തെ സ്വഭാവം തന്നെ കയ്യിലെടുക്കും, അതുകൊണ്ട് പൊളിച്ച് ആദ്യം കൊണ്ടുണ്ടാക്കും. ഇങ്ങനെയുള്ള ഈ സിസ്റ്റമാണ്, ഈ തത്വമാണ് എന്ത് വിവേക വിജ്ഞാനം, പ്രകൃതിയുടെയും പുരുഷൻ്റെയും വിവേക വിജ്ഞാനം സിദ്ധമാകുന്ന സനാതന ധർമ്മത്തിൽ പ്രമുഖനായ ഭഗവാൻ. അതാണ് സനാതന ധർമ്മം. പ്രകൃതി പുരുഷനായി മാറുന്നു, ലോകമുണ്ടാകുന്നു, ഇങ്ങനെ സൈക്ലിക്കായിട്ട് പോകുന്നു. ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. ഇനി 12. അപ്പോഴും മൈത്രേയൻ പറയുകയാണ്, മുക്തി ചിന്തിക്കാനുള്ള, മുക്തി നേടാനുള്ള വഴികളെല്ലാം അറിയാനുള്ള അമ്മയുടെ ആഗ്രഹത്തെ, അഭിലാഷത്തെ മനസ്സിലാക്കിയ ഭഗവാൻ ചെറു പുഞ്ചിരിയോടുകൂടി, അതായത് കപില ഭഗവാൻ ചെറിയ പുഞ്ചിരിയോടുകൂടി പറയുന്നത് ആരോടാണ്? അമ്മയോട്. കഥയിൽ അമ്മയോടാണെങ്കിലും നമ്മൾക്കാണ് ജ്ഞാനം നൽകുന്നത്. മനുഷ്യരുടെ 13 പറയാണ്, മനുഷ്യരുടെ പുരുഷാർത്ഥ പ്രാപ്തിക്കുള്ളത് മനസ്സിനെ ആശ്രയിച്ചാണ്. മനസ്സാണ് പുരുഷാർത്ഥം എന്നുള്ള പറയുമ്പോൾ എന്തെല്ലാം 4 ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ പോകുന്നത്. ബ്രഹ്മചര്യം, അതായത് ആദ്യം പഠിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം പഠിക്കേണ്ട കാര്യം. പിന്നെ ഗൃഹസ്ഥാശ്രമം, കുടുംബം പോറ്റുന്ന കാര്യം, ജോലിയെല്ലാം ചെയ്ത് അവൻ എന്തിനാണോ സൃഷ്ടിച്ചത് ആ കർമ്മങ്ങളെല്ലാം അവനെ ചെയ്തു തീർക്കുക. ഒരാൾ ജനിക്കുന്നതിന് കർമ്മമുണ്ട്, അത് ചെയ്തു തീർക്കുക. അതിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ട കുട്ടികൾ ഉണ്ടാക്കേണ്ടതും അതിൻ്റെ ഭാരം, അവൻ്റെ ജോലി തന്നെയാണ്. അപ്പം അതും കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജോലി തീർന്നു. പിന്നെ വാനപ്രസ്ഥവും സന്യാസവും ആ ബ്രഹ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കർമ്മമെല്ലാം ഇതാ പ്രകൃതിക്ക് എന്നെ സൃഷ്ടിച്ചതിനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഞാനിനി അവിടത്തേക്ക് പോകുന്നു. ഇത് മനസ്സിലൂടെ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഈ മനസ്സിനെ എന്ത് വേണം? ആത്മാവിൽ ഒതുക്കുക. അപ്പം ഈ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഇതെല്ലാം നമ്മിലുള്ള ഒരു ആത്മാവുണ്ട്. ആത്മാവാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന. ആത്മാവ് എന്നൊരു പ്ലാനാണ്. നമ്മൾ ജനിക്കുമ്പോൾ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, അത് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പഠിക്കുന്നു ബ്രഹ്മചര്യം, ഞാൻ എൻ്റെ ജോലിയും കർമ്മങ്ങളും എല്ലാം ചെയ്യുന്നു. കുട്ടികളെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും ചെയ്യുന്നു, അതും ആ കാലം ആവശ്യപ്പെട്ടതനുസരിച്ച്. പിന്നെ ഞാൻ ആ ചിന്തയുമായി അങ്ങോട്ടേക്ക് പോകുന്നു. ഇങ്ങനെ പോയാൽ അതിലൂടെ ദുഃഖസുഖത്തിൻ്റെ ശമനമുണ്ടാകും. അപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ലൗകിക ചിന്തകളെല്ലാം ഉണ്ടാകണം. ഭർത്താവിൽ താല്പര്യം എല്ലാം ഇല്ലാതെ ഭക്തി, ആദ്യം തന്നെ ഭക്തിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ കാലത്തിന് ആവശ്യമാണ്. ഇതിലൂടെയാണ് ഭാവി തലമുറ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അമ്മയിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ മനസ്ഥിതി ഉണ്ടായി. ഇപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ജോലിയൊന്നുമില്ല. അപ്പം മനസ്സിൽ എന്ത് ചിന്ത വരുക്കുക? ഈ ആത്മാവാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്, എനിക്ക് എൻ്റെ ജോലിയെല്ലാം തീർന്നു, ഇനി തിരിച്ചു പോകാനുള്ള സമയമായി. ഈ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അങ്ങ് തീരും, ദുഃഖവും പിന്നെ ഒന്നും ഉണ്ടാവില്ല. 14 പറയുന്നത്, പൂർവ്വ ഋഷിമാർക്ക് ഞാൻ ഉപദേശിച്ച തത്വം ഭവതിക്ക് ഞാൻ ഉപദേശിക്കാം. ഇനി ഞാൻ പൂർവ്വകാലത്ത് ഞാൻ ഋഷികൾക്കെല്ലാം ഉപദേശിച്ച തത്വം ഇനി ഭവതിക്ക് ഉപദേശിക്കാം എന്ന് പറയുമ്പോൾ ഈ കഥകളിലൂടെ നമ്മൾക്കാണ് ഈ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്നിട്ട് ആദ്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 15 ജീവാത്മാവിൻ്റെ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം എന്താണ്? മനസ്സാണ്. അപ്പം മനസ്സ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഭൗതിക സുഖങ്ങളുടെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. എല്ലാ ആത്മീയത ഇതെല്ലാം വിട്ടിട്ട് ബ്രഹ്മത്തെ പറ്റിയ പിന്നിലുള്ള രഹസ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പോകാനാണെങ്കിൽ മനസ്സ് അങ്ങോട്ടേക്ക് പോകും. അപ്പം ഈ മനസ്സ് പ്രാപഞ്ചിക കാര്യങ്ങളിൽ താല്പര്യരായിരിക്കുകയാണെങ്കിൽ, ഈ ഭൗതിക ലോകത്തിലെ സുഖത്തിലും മറ്റേതിലും എല്ലാം താല്പര്യമുണ്ടാകുകയാണെങ്കിൽ അത് ബന്ധനത്തിനിടയാണ്. അതായത് ഞാൻ എൻ്റേത്, എനിക്ക്
ഭാര്യ, മക്കൾ ഇങ്ങനെയുള്ള ചിന്തയോട് പോകുമ്പോൾ നമുക്കെന്തുണ്ടാകും? ബന്ധനമുണ്ടാകും. ഞാൻ ഭാര്യയായിട്ട് ബന്ധമായി, മക്കളുമായിട്ട് ബന്ധമായി, ഇവർക്ക് ശത്രുവായിട്ടുണ്ടെങ്കിൽ അവരുടെ ശത്രുതയായി, പിന്നെ എല്ലാം ബന്ധനത്തിലൂടെയാണ് പോകുന്നത്. അത് പിന്നെ ആ ബന്ധനത്തിലൂടെ അതിൽ നിന്ന് നട്ടം തിരികെ ചെയ്യുകയുള്ളൂ. എന്നാൽ പരമപുരുഷനിൽ തൽപരനായാൽ മോക്ഷത്തിന് കാരണമാകും. അപ്പം മോക്ഷത്തിന് കാരണമാകണ്ടെങ്കിൽ, ആത്മീയതക്ക് കാരണമാകണ്ടെങ്കിൽ ഈ ബന്ധം എല്ലാം ഉപേക്ഷിക്കണം. ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കണം. അല്ല സന്യാസി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ പ്രഭാഷണങ്ങൾ നടത്തുകയും മറ്റുള്ളതെല്ലാം കാട്ടിക്കൂട്ടിയാണെങ്കിൽ ബന്ധനം തന്നെയാണ്. എല്ലാവരുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. സന്യാസിമാർക്ക് മുമ്പിൽ ആളുണ്ടാകണം, പ്രഭാഷണം നടത്താൻ കൂട്ടം കൂട്ടണം. ഇതൊന്നും ആത്മീയമല്ല. ഇപ്പം അമ്പലത്തിൽ ഒരാൾ പൂജ നടത്തിയാണെങ്കിൽ ദേവരെ പൂജിക്കുന്നുണ്ടെങ്കിലും ആ പൂജ നടത്തേണ്ടിക്ക് ശമ്പളം കിട്ടിയാലേ പൂജ നടത്തും. അതുമാത്രമല്ല ആൾക്കാർ വരണം. അങ്ങനെയുള്ള ഒരു ഇത് ചുറ്റുവട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് പോകുന്നത്. എല്ലാം ബന്ധനത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പം ആത്മീയം എന്ന് പറഞ്ഞത് എന്താണ്? ആ പരമപുരുഷനെ ചിന്തിച്ചുകൊണ്ട് എല്ലാം കളഞ്ഞുകൊണ്ട് പിന്നെ ഈ ഭാഗം ചിന്തിക്കാൻ പാടില്ല. അതാണ് ആത്മീയത. നമ്മുടെ ആത്മീയതയൊന്നും ആത്മീയതയല്ല. ആത്മീയതയുള്ളവരുണ്ട്. ജീവിതത്തിൽ കർമ്മങ്ങൾ തീരുന്നവരെ അവരിൽ വിരക്തി ഉണ്ടാകും. ജീവിതത്തിൽ കർമ്മം തീരുമ്പോൾ വിരക്തി ഉണ്ടാകും. വിരക്തി ഉണ്ടാകുമ്പോൾ പിന്നെ അവർ ഈ കാര്യത്തിലൊന്നും തലയിടാൻ അവരങ്ങ് പോകും. ചിലവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ മകൻ നല്ലോണം പഠിക്കുകയായിരുന്നു, എല്ലാം ഭയങ്കര ആക്റ്റീവായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് കാലത്തായിട്ട് അവൻ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്, ആരുമായിട്ട് കൂട്ടുമില്ല, ഒന്നുമില്ല. അവൻ ഇതിൽ വിരക്തി വന്നു. പിന്നെ അവൻ ഇനി അതിൻ്റെ വഴിക്കൊന്ന് പോകും. അതാണ് ആത്മീയത. അതെല്ലാം മനസ്സിലോട്ട തീരുമാനം അനുസരിച്ചാണ്. മനസ്സിൽ ഈ ഭൗതിക കാര്യങ്ങൾ താല്പര്യം വന്നു പോയാൽ അതിൻ്റെ അകത്തൊന്നും പിന്നെ മാറ്റാനൊന്നും പറ്റില്ല. ഈ രണ്ട് വഴിയേ ഉള്ളൂ. ആത്മീയം പെട്ട് കഴിഞ്ഞാൽ ഈ ലോകമായിട്ട് ബന്ധം പാടില്ല, പിന്നെ ഒരാളുമായിട്ട് ബന്ധം പാടില്ല, പോയിക്കോളുക. അപ്പോഴെന്തുണ്ടാവും? മോക്ഷം ലഭിക്കും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ബന്ധനത്തിൽ പെടുമ്പോഴാണ് പ്രശ്നം. നമ്മളെ ബന്ധനം എന്ന് പറയുമ്പോൾ ഞാൻ, എൻ്റെ ശരീരം, അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ശരീരത്തെ പറ്റി. മറ്റേത് വേറവൻ്റെ ശരീരമാണ്, ഇത് എൻ്റെ ശരീരമാണ്, ബന്ധനമാണ്. ഈ ശരീരത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് മറ്റു പലരുമായിട്ട് കൂട്ടുകൂടുകയും ചെയ്യും, ചിലവരോട് പാരവെക്കുകയും ചെയ്യും. അപ്പം പലതരം ബന്ധനങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു. വളരെ ലളിതമാണ്. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു കൊടുത്ത് മനസ്സിനെ ശാന്തമാക്കുക. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എൻ്റെ ജോലിയാണ് അവിടുത്തെ ജോലി ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുക. അത് വൈശ്യരുടെ പ്രത്യേകതയാണ്. എന്നാൽ ഒരു ക്ഷത്രിയൻ്റെ പ്രത്യേകത എന്താണ്? അവൻ ലോകത്തിൽ അധർമ്മങ്ങൾ കാണുമ്പോൾ ആ അധർമ്മങ്ങൾക്കെതിരായിട്ട് പോരാടുക, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് ലോകത്തെ നേരായ വഴിയിലേക്ക് നയിക്കുക. അതാണ് ക്ഷത്രിയൻ്റെ ധർമ്മം. ഒരു ബ്രാഹ്മണനാണെങ്കിൽ സത്യം കണ്ടെത്താൻ, പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ കണ്ടെത്താനും, രാജാവ് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയെല്ലാം ചെയ്യുകയാണ് ബ്രാഹ്മണരുടെ കഴിവ്. ഇങ്ങനെ ആണ് ഇതിനെയെല്ലാം കാണേണ്ടത്. ഓരോ ആൾക്ക് ചില ധർമ്മങ്ങളുണ്ട്, അത് ചെയ്തു കൊടുക്കുക. അത് ആ ലോകത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക, ആ ശക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ആ ലോകത്തെ നയിക്കുന്നത് ആ ശക്തിയാണ്, അത് പ്രകാരം ചെയ്തു കൊടുക്കുക. ഇതാണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വം. അവിടെ പിന്നെ എല്ലാം ആ ശക്തിയായിട്ട് കാണാൻ പഠിക്കണം. അല്ലാതെ ബന്ധങ്ങളിൽ പെട്ടുപോകരുത്. ഞാൻ, എൻ്റേത്, എൻ്റെ മതം, എൻ്റെ ജാതി, ഇത്തരം ചിന്തകളൊന്നും ഉണ്ടാകരുത്. ഇനി 16-18. എപ്പോൾ മനസ്സ് ഞാൻ, എൻ്റേത് എന്ന നിലയിൽ മുഴുകുന്നുവോ, എപ്പോഴും നമ്മുടെ മനസ്സാണല്ലോ ഇത് തീരുമാനിക്കും, ഞാൻ എൻ്റേത് എന്ന ചിന്തയിൽ മുഴുകുന്നുവോ, അത് കാമലോകമാകുന്ന അഴുക്കുകളായിട്ട് ചേരും. കാമവും ലോകവും എല്ലാം അഴുക്കായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുമായിട്ട് ചേരും. എനിക്ക് കാമമുണ്ടാകും. ഞാൻ എൻ്റേത് എന്ന് പറയുമ്പം എനിക്ക് പലതും വേണം, ആഗ്രഹങ്ങൾ, ഇതെല്ലാം ഉണ്ടായിത്തീരും. അപ്പോൾ ആ അഴുക്കുകളിൽ നമ്മൾ ചേരും.
അതേസമയം അതിൽ നിന്നും അകന്നാൽ ഞാൻ എൻ്റേത് എന്ന ചിന്ത വിട്ടാൽ സുഖദുഃഖം ഇല്ലാത്ത ശുദ്ധമായ മനസ്സായിട്ട് മാറും. പിന്നെ സുഖം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. അതായത് ഞാനല്ല, എൻ്റെ അല്ല, ഇതെല്ലാം ശക്തി ഉള്ളിൽ നിന്ന് ജയിപ്പിക്കുകയാണ് എന്ന ചിന്ത ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മനസ്സ് ശുദ്ധമാകും. അപ്പോൾ ജീവാത്മാവ് ജ്ഞാനം, അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആത്മാവാണ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ എന്തു ചെയ്യും? അത് ജ്ഞാനം നൽകും, ശരിയായ സത്യത്തെ മനസ്സിലാക്കും. ഇങ്ങനെയാണ് പ്രപഞ്ച രഹസ്യം. അതാണ് സനാതനധർമ്മം. എന്നിട്ട് വൈരാഗ്യം ഉണ്ടാകും. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വൈരാഗ്യം ഉണ്ടാകണം. ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നോടും താല്പര്യമില്ല, വൈരാഗ്യം വന്നു ചേരും. അപ്പോൾ ഒരാൾ സനാതനധർമ്മം പറയുന്നുണ്ടെങ്കിൽ അവനിൽ വൈരാഗ്യം ഉണ്ടാകണം. ഈ ലോകത്തോട് തന്നെ വെറുപ്പുണ്ടാകണം. അവൻ ഏകാഗിയായിട്ട് പോകണം. അതാണ് സനാതനധർമ്മം. അവർക്കുള്ളതാണ് ഈ സനാതനധർമ്മം പറയുന്നത്. എന്നിവയോട് കൂടി ഭക്തിയെ, മായാകുന്ന പ്രകൃതിയെ വിട്ട് പിന്നെ ഈ മായാലോകത്തിൽ അവൻ ബന്ധപ്പെടില്ല. എന്നിട്ടോ സ്വയം പ്രകാശിക്കും. അവൻ്റെ മനസ്സ് നല്ല പ്രകാശം മാതിരിയിരിക്കും. അപ്പോൾ ആ ചൈതന്യത്തെ പ്രകൃതിയിൽ നിന്നും അന്യമായി കാണും. ഈ കാണുന്ന പ്രകൃതിയായിട്ട് പിന്നെ അവന് ഒരു ബന്ധവുമില്ല. എൻ്റെ 19 പറയുന്ന സർവാത്മാവായ ഈശ്വരനോട്, സർവാത്മാവ് എന്ന് പറയുന്നത് നമ്മളിൽ ഒരു ആത്മാവുണ്ട്, നമ്മളെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളൊരു പ്ലാന്. അതുമാതിരി പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഓരോ ആളുടെയും പ്ലാന് കൂടിയിട്ട് ഉള്ളതാണ് സർവാത്മാവ്. അതാണ് പരമാത്മാവ്. പ്രപഞ്ചത്തിൻ്റെ ഒരു പ്ലാൻ, ആ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആ പ്ലാനിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം സർവാത്മാവായ ആ പരമാത്മാവായ പ്രപഞ്ചം എങ്ങനെ മുന്നോട്ടേക്ക് പോയി പുതിയൊരു ലോകമുണ്ടാക്കണോ ആ പ്ലാനാണ് പ്രേരകശക്തി. ആ പ്രേരകശക്തിക്കാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർവാത്മാവായ ഈശ്വരനോട് ചേർക്കപ്പെട്ട ഭക്തിയോടെ, അതാണ് ഭക്തി. ആ ഈശ്വരന് വേണ്ടിയിട്ട് അത് നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ആ ഒരു നല്ല മാർഗം, സമമായിട്ടുള്ള നല്ല മാർഗം, ആ ഭക്തിയോർക്ക് സമാനമായിട്ടുള്ള, അതായത് എല്ലാം ആ പരമേശ്വരനുമായിട്ട് അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. ആ ഭക്തിയോട് സമമായിട്ടുള്ള നല്ല ഒരു മാർഗം ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേറെ ഇല്ല. അതായത് ബ്രഹ്മസാക്ഷാത്കാരം നേടുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ് ചിന്തിക്കുന്നവർക്ക് അത് മാത്രമേ ഒരു വഴിയുള്ളൂ, വേറെ വഴിയൊന്നും ഇല്ല. ഇരുപതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്യസമ്പർക്കങ്ങൾ. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കമുള്ളത് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ജീർണത വരാത്ത പാശമായി ജ്ഞാനികൾ കാണുന്നു. അതിൽ ജീർണതയൊന്നും വരാൻ പാടില്ല. നമ്മൾ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ചുറ്റുവട്ടമുള്ള എല്ലാവരുമായിട്ട് ഒരു ബന്ധനത്തിൽ, നമ്മളൊരു സമൂഹ ജീവിയാണ്. ആ ബന്ധനത്തിൽ അകപ്പെട്ടതാണ്. പക്ഷേ അതിൽ ജീർണത ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു നല്ല ഉദ്ദേശത്തോട് കർമ്മം ചെയ്യുന്നവർ സമൂഹത്തിലുണ്ട്. അവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. ജ്ഞാനികൾ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്, നമ്മൾ ഇതുമായിട്ട് ഒരു പാർശ്വമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു, ഒരു ജീർണതയും വരാതെ. എന്നാൽ അത് സത്തുക്കളായവരെന്ത് ചെയ്യും? ഇതെല്ലാം ആ ശക്തിക്ക് വേണ്ടി മാത്രമായി ചിന്തിച്ചുകൊണ്ട് അവർ ജീർണതയില്ലാതെ ജീവിക്കുകയാണ്. പക്ഷെ സത്തുക്കൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ആ ബ്രഹ്മത്തിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവർ, അവർ മോക്ഷമാർഗത്തെ പ്രാപിക്കും, അവർക്ക് മോക്ഷം ലഭിക്കും. ഇനി 21, സാധുക്കൾ അഥവാ സജ്ജനങ്ങൾ സഹനശക്തിയുള്ളവരാണ്. നല്ല സജ്ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ സഹനശക്തി, എന്ത് കഷ്ണം ഉണ്ടായാലും അതിനെല്ലാം സഹിക്കാൻ തയ്യാറായവരാണ്. അതാണ് സജ്ജനങ്ങൾ. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം സഹിച്ചിട്ട് കാമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുക. ദയാശീലരായിരിക്കും അവർ. ദയാശീലർ, കോപമൊന്നും ഉണ്ടാവില്ല.
നമ്മുടെ സമയം മോശം എന്നീ നിലയിൽ ചിന്തിച്ചുകൊണ്ട് ദയാശീലരും എല്ലാ ശരീരങ്ങളുടെയും സുഹൃത്തുമാണ്. എല്ലാ ലോകത്തിൽ കാണുന്ന എല്ലാവരുടെയും നമ്മുടേതായ നിലയിൽ കണ്ടുകൊള്ളുക. അല്ല നമ്മളെ പോലെയുള്ള ആൾക്കാരാണ് എന്ന നിലയിൽ പോകുന്നവരാണ് സജ്ജനങ്ങൾ. സൗശീല്യമുള്ളവർ, നല്ല ശീലമുള്ളവർ, ശത്രുക്കളില്ലാത്തവരാണ്. അവർക്ക് ശത്രുക്കളൊന്നും ഉണ്ടാവില്ല. മനസ്സൊതുക്കമുള്ളവർ, മനസ്സിനെ നല്ല നിയന്ത്രണമുള്ളവർ, ശാസ്ത്രാടിസ്ഥാനത്തിൽ നടക്കുന്നവരുമാണ്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുന്നവരെ സൗശീലർ എന്ന് പറയാം. എന്നാൽ ഏതൊരാള് അന്യചിന്തയില്ലാതെ, കാണുന്നതൊന്നും അന്യന്മാരല്ല, എല്ലാം ഈശ്വരനാണ് എന്ന ചിന്തയില്ലാതെ, അന്യചിന്തയില്ലാതെ, എല്ലാം കാണുന്നതെല്ലാം ഈശ്വരനായി കാണുക. അന്യചിന്തയില്ലാതെ എന്നിട്ട് എന്ത് വേണം? ഈശ്വരനിൽ മനസ്സൊതുക്കുന്നുവോ അതാണ് യഥാർത്ഥ ഭക്തി. അപ്പം നമ്മുടെ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് എല്ലാം ഈശ്വരനായി കാണാൻ പറ്റണം. ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കാണാൻ പറ്റണം, അതിൻ്റെ അംശമായിട്ട് കാണാൻ പറ്റണം. അതാണ് ഭക്തി. അല്ലാതെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇങ്ങനെയുള്ള ജാതി മത ചിന്തകളൊന്നും വെച്ച് അന്യമായി കാണുന്നത് ഒരിക്കലും ഭക്തിയല്ല. ഭക്തി എന്നാൽ എല്ലാം ഈശ്വരനായി കാണുക. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം എനിക്കായി, ഈശ്വരനായി സർവകർമ്മങ്ങളെയും ത്യജിക്കും. അവർക്ക് ഈ ലോകത്തിൽ വേറെ കർമ്മമൊന്നുമില്ല. അവർ ഈശ്വരനിലേക്ക് ലയിക്കും. എന്നിട്ടോ സ്വജന ബന്ധുക്കളെ പരിത്യജിച്ചവരും ആണവർ. അവർ പിന്നെ എന്ത് ചെയ്യും? സ്വന്തം ബന്ധുക്കളെയെല്ലാം പരിത്യജിക്കും. കാരണം എല്ലാം ഈശ്വരനാണ്. അപ്പം ഭാര്യയില്ല, മക്കളുമില്ല, അമ്മയില്ല, ഒന്നുമില്ല. അവരെല്ലാം പരിത്യജിച്ച് കുടുംബവുമില്ല, ജോലിയില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകുന്നവരാണ് അവർ. സാധുക്കളായവര് എന്നെ സംബന്ധിച്ച കഥകൾ കേൾക്കുകയും 23 പറയുകയാണ്. അങ്ങനെ സാധുക്കളായ ജനങ്ങൾ എന്ത് പറ്റും? എന്നെ സംബന്ധിച്ച കഥ എപ്പോഴും കേൾക്കും. ഈ ബ്രഹ്മത്തെപ്പറ്റി, നമ്മുടെ ഭൗതിക ലോകത്തെ പറ്റിയല്ല, എല്ലാം ആ ശക്തിയാണ് പ്രപഞ്ചമായി മാറിയത്. ഈ ചെയ്യുന്നതെല്ലാം ആ ശക്തിയായിട്ട് കാണുക. കഥയുമായി കേൾക്കുകയും ശ്രവിക്കുകയും പറയുകയും ചെയ്യുന്നു. അവർക്കെന്തുണ്ടാവില്ല? നാനാപ്രകാരത്തിലുള്ള സന്താപങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള സാധുക്കൾ, അങ്ങനെയുള്ളവർ ഈ പ്രപഞ്ചത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അന്യസംഘമെല്ലാം വിട്ടുപിരിഞ്ഞവരാണ്. മറ്റുള്ളവരോടൊന്നും അവർ കൂട്ടം കൂടുന്നില്ല. അന്യസംഘങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മളീ പറയുന്നതെന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് സത്സംഗം വേണമെന്നാണ്. ഈ സത്സംഗമെല്ലാം കൂട്ടുചേരലാണ്. സംഘം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേരലാണ്. അതൊന്നും ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള ആത്മീയതക്കുള്ള വഴിയല്ല. അപ്പോൾ അത്തരം സംഘങ്ങളെല്ലാം അവർ കൈവിട്ടവരാണ്. അവരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വിട്ടിട്ട് ഒറ്റക്ക് പോകുന്നവരാണ്. ബ്രഹ്മമേ ശരണം എന്ന് വെച്ചുകൊണ്ട് ഈ ലോക കാര്യത്തിലൊന്നും അവർ തലയിടില്ല. അതുകൊണ്ട് ഭവതി എന്ത് വേണം? അത്തരം വ്യക്തികളുമായി സമ്പർക്കം ആഗ്രഹിക്കണം. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സമ്പർക്കം, ഒരേ മനസ്സുള്ള ആളുമായിട്ട് ഒരു സമ്പർക്കത്തിന് ശ്രമിച്ചാൽ അവർക്കറിയുന്ന വിഷയങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് അവർ പിന്നെ കൂട്ടം കൂടാനൊന്നും താല്പര്യമില്ല. അവർ പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് വരുന്ന വാക്കുകൾ വലിയ പ്രധാനമാണ്. വിഷയസംഗമം കൊണ്ടുള്ള ദോഷം അത് ഇല്ലാതാക്കും. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട്, അല്ലെ ആ ലക്ഷ്യത്തിന് മൂവ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് കൂട്ടുകൂടിയാൽ എന്ത് പറ്റും? നമ്മുടെ വിഷയസംഗമം കൊണ്ടുള്ള ദോഷം ഇല്ലാതാകും. അങ്ങനെയുള്ള സജ്ജന സമ്പർക്കത്തിലൂടെ പരീക്ഷിത്ത് ശുഗനുമായിട്ട് കുറച്ച് സമയം കൂടി ചേരാൻ കിട്ടിയിട്ടുണ്ട് പരീക്ഷത്തിന്. അങ്ങനെയുള്ള സമ്പർക്കേ കിട്ടുള്ളൂ. അല്ലാതെ കൂട്ടം കൂടി ഇങ്ങനെ പ്രഭാഷണം നടത്തുന്നതല്ല.
ഇത്തരം വ്യക്തികളെ ചിലപ്പോൾ കിട്ടുമെങ്കിൽ അവരെ സ്വീകരിക്കുക. അവരോട് കുറച്ചടുത്ത് കൂടിയാൽ എൻ്റെ പ്രഭാവത്തെ ശരിയായ വിധം മനസ്സിലാക്കാം. അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടിയാൽ എന്നെപ്പറ്റി ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കരളിലും കാതിലും ഇമ്പം ജനിപ്പിക്കുന്ന കഥകൾ അവരിലൂടെ സാധിക്കും. അവർ സത്യമായ കാര്യം പറഞ്ഞു തരും. അല്ലാതെ സത്സംഗത്തിലൊന്നും പോയി കഴിഞ്ഞാൽ അവർ കൃഷ്ണൻ്റെ കഥകളെല്ലാം പറഞ്ഞിട്ട് ഭൗതിക കാര്യങ്ങൾ രാഷ്ട്രീയമെല്ലാം അവിടെ കിടന്ന് പറയുന്നത്. അവരുടെ അടുത്തല്ല പോകേണ്ടത്. വിരക്തി വന്ന് പോകുന്നവരുണ്ട്. അവർ ചിലപ്പം ഭ്രാന്തന്മാരായിട്ട് തോന്നാം. പക്ഷേ അവരുടെ അടുത്ത്, കാരണം അങ്ങനെ തന്നെയാണ് ആര് വന്നിരുന്നത്? ശുഗൻ വന്നിരുന്നത്. അപ്പോൾ ഒരു നിമിഷം അവരെപ്പോട് കിട്ടിയപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ ആത്മീയ കാര്യങ്ങളാണ്, ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴിയാണ്. അല്ലാതെ നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളും വീട്ടിലെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മക്കളിപ്പം തിരിഞ്ഞു നോക്കുന്നില്ല, പണ്ട് നമ്മൾ എങ്ങനെയല്ലായിരുന്നു, സ്കൂളിൽ പോയിരുന്നു, ഇങ്ങനത്തെ കഥ പറയാനൊന്നും അല്ല ഇവിടെ പറയുന്നത്. അതൊന്നും സത്സംഗം അവിടെയൊന്നും ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. വെറുതെ സമയം മെനക്കിടത്തില്ലാണ്. ഇങ്ങനെ വ്യക്തികളുണ്ടാകും, ജീവിതം മടുത്തിട്ട് വിട്ടുപോകുന്നവർ. അവരെടുത്ത് പോയിട്ട് അപ്പോൾ അവർ പറഞ്ഞു തരും. അത് കാതിനല്ല ഇമ്പമുളവാക്കുന്നത്. അതുവഴി സാവധാനം ശ്രീഹരിയിൽ ശ്രദ്ധയും പ്രീതിയും ഭക്തിയും ഉണ്ടാകും. അങ്ങനെയാണ്, ആ സംഘത്തിലൂടെയാണ് ശരിയായ ഭക്തി ഉണ്ടാകേണ്ടത്. അങ്ങനെ ഭക്തി ഉണ്ടാകുമ്പം ഈ ലോകത്തിലെ എല്ലാത്തിനെയും ഒന്നായി കാണാൻ പറ്റും. പിന്നെ അവിടെ ജാതി മത ചിന്തയുള്ള ഒന്നും വരില്ല. അച്ഛനെപ്പറ്റി മക്കളെപ്പറ്റി മക്കളിപ്പം തിരിഞ്ഞു നോക്കുക. കാരണം അച്ഛനും മക്കളും എല്ലാം ബ്രഹ്മമാണ്. പിന്നെ എന്തെന്നാ പറയാനുള്ളത്? അങ്ങനെയുള്ളൊരു സംഘത്തിലൂടെയാണ് ചേരേണ്ടത്. എന്നിട്ട് കാര്യമല്ല, എല്ലാം ബ്രഹ്മമാണ്. ആ ഒരു മനസ്ഥിതിയിലൂടെ പോയാലേ ആത്മീയതയിലേക്ക് എത്തുകയുള്ളൂ, ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുകയുള്ളൂ. ഇനി 26 ഇവിടെ പറയുന്നത്, എൻ്റെ സൃഷ്ടി ആദി ലീലകളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് എങ്ങനെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യം ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബ്രഹ്മം തന്നെയാണ് എല്ലാമായി മാറിയത്. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. ഞാനും എൻ്റെ ശത്രുവും എല്ലാം ബ്രഹ്മമാണ്, ഒന്നാണ്. പിന്നെ അവർ തമ്മിൽ വിദ്വേഷവും സ്നേഹവും ഒന്നും, ഇത് രണ്ടും എൻ്റെ വിരലാണെങ്കിൽ പിന്നെ ഇവർ തമ്മിലൊരു തർക്കത്തിനും ഒന്നും ഒരു കാര്യമില്ല. അതുപോലെ എൻ്റെ വിരലുകളാണ് ഇത് രണ്ടും. എങ്കിൽ പിന്നെ ഇത് തമ്മിൽ എന്തെന്താ മത്സരം? ഒരു മത്സരവും ഇല്ല. എന്ത് സഹകരണമാണ്? അതുപോലെ എല്ലാത്തിലും ബ്രഹ്മമായിട്ട് കാണണം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബ്രഹ്മമായിട്ട് കാണുക. എല്ലാം ജാതി വ്യവസ്ഥകളെല്ലാം ബ്രഹ്മമായിട്ട് കാണണം. പിന്നെ ജാതിയൊന്നും വരില്ല. അങ്ങനെയുള്ളവരിലൊക്കെ അങ്ങനെയാണ് സൃഷ്ടി നടന്നിരിക്കുന്നത്. എല്ലാം ബ്രഹ്മമായിട്ടാണ്. എൻ്റെ സൃഷ്ടി ആദി ലീലകളെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്ദ്രിയ സുഖത്തിൽ നിന്നും വിരക്തി ഉണ്ടാകും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ വിരക്തി ഉണ്ടാകും. എല്ലാം ബ്രഹ്മമാണെങ്കിൽ നമ്മളെന്ത് ഈ ചെയ്യുന്നത് ബ്രഹ്മമാണ്. നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ഒന്നുമില്ല. പക്ഷെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതങ്ങ് ചെയ്ത് കൊടുത്തേക്കും. ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മം ചെയ്യാനുള്ള അത് മനസ്സിലാക്കിയിട്ട് അതങ്ങ് ചെയ്ത് കൊടുത്തേക്കും. തീരുമ്പോൾ നമ്മൾ സ്വസ്ഥം. അപ്പോൾ വിരക്തി വരും. അങ്ങനെ വിരക്തി ഉണ്ടായി ആധ്യാത്മിക യോഗത്തിലൂടെ, അതാണ് ആധ്യാത്മികമായ യോഗം. വേറെ വഴിയൊന്നുമില്ല. മനസ്സിനെ നിയന്ത്രിക്കുവാൻ പഠിച്ചുകൊള്ളും. അപ്പോൾ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനും പറ്റും. ഈ ചിന്തയിലൂടെ മുന്നോട്ടേക്ക് പോകണം. പറയാണ്, പ്രകൃതിയിലെ വിഷയങ്ങളിൽ വിരക്തി ഉണ്ടായി നേടുന്ന വിജ്ഞാനം. ഇപ്പം വിരക്തി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സത്യം മനസ്സിലാകുന്നത്. ഈ പ്രപഞ്ചത്തിലെല്ലാം ബ്രഹ്മമാണ്. ഈ കാണുന്നത് മുഴുവൻ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൻ്റെ ലീലയാണ്. അതാണ് നേടുന്ന ജ്ഞാനം. യോഗാഭ്യാസം കൊണ്ടും മറ്റും ഉണ്ടാക്കി എന്നെ പ്രാപിക്കാം. അതിന് യോഗാഭ്യാസവും സഹായിക്കുന്നുണ്ട്. ചില യോഗകൾ നമ്മളെ വിരക്തിയിലേക്ക് നയിക്കാൻ സഹായിക്കും. അത്തരം യോഗാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും ബ്രഹ്മമായിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് തന്നെ മുക്തി നേടിയിട്ട് ആരെ പ്രാപിക്കാം? അതാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തി ഉണ്ടാക്കി എന്നെ പ്രാപിക്കാം. അപ്പം 28 ഇനി ദേവാഹൂതി ചോദിക്കുകയാണ് ചില സംശയങ്ങൾ.
ഇപ്പം 28 ദേവാഹൂതി ചോദിക്കുകയാണ്, നിന്തിരുവടിയിൽ അർപ്പിക്കപ്പെടേണ്ട ഭക്തി എങ്ങനെയാണ്? ഞാൻ എങ്ങനെയാണ് നിന്നിൽ ആ ഭക്തി അർപ്പിക്കേണ്ടത്? എനിക്ക് വിഷമമായിട്ടുള്ളത് ഏതാണ്? വിഷമമായിട്ടുള്ള ഭക്തിയും ഉണ്ടല്ലോ, അതും പറയില്ല. ചിലതെല്ലാം വിഷമമാണ്. ഇപ്പം യോഗാഭ്യാസത്തിലൂടെയെല്ലാം പോകുന്നത് കുറച്ച് വിഷമമുള്ള പരിപാടിയാണ്. എന്നിലൂടെ അനായാസേന എങ്ങനെയാണ് അങ്ങയെ പ്രാപിക്കാം? എളുപ്പത്തിൽ എനിക്ക് എങ്ങനെ അങ്ങയെ പ്രാപിക്കാം? കാരണം പല വഴികളുണ്ട്. യോഗാഭ്യാസം എല്ലാം ചെയ്യാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പാടല്ല. അപ്പം എനിക്ക് പറ്റിയ ഒന്ന് ഉപദേശിക്കുക. 29 പറയുകയാണ്, നിന്തിരുവടി ഉപദേശിച്ച യോഗം ഏതാണ്? എന്താണ് യോഗം? ഏത് യോഗത്തിലൂടെ നമുക്ക് അവിടെ എത്താം? അതിനെപ്പറ്റിയുള്ള അറിവ് എവിടെ നിന്ന് കിട്ടും? അങ്ങനെയുള്ള അറിവുകൾ എവിടെ നിന്നാണ് എനിക്ക് കിട്ടുക? അതിൻ്റെ വിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ എന്തെല്ലാം വിഭാഗങ്ങളാണ് ഉള്ളത്? എൻ്റെ 30 പറഞ്ഞ, കുറഞ്ഞ ബുദ്ധിയായ സ്ത്രീയായ ഞാൻ, എനിക്ക് ബുദ്ധി കുറച്ച് കുറവാണ്, ഞാൻ സ്ത്രീയുമാണ്. അതുകൊണ്ട് വിഷമമുള്ള വിഷയത്തെ അനായാസന, ഇതെല്ലാം വിഷമമുള്ള പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനെ അനായാസേന മനസ്സിലാക്കുവാൻ പറ്റുന്ന തരത്തിൽ ഉപദേശിച്ചാൽ. അതുകൊണ്ട് വളരെ ലളിതമായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഈ വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ് ഈ വഴിയല്ല. അത് പക്ഷേ എനിക്ക്, സ്ത്രീയായ എനിക്ക് മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. പിന്നെ 31 മൈത്രേയൻ പറയുകയാണ്, തൻ്റെ മാതാവായ സ്ത്രീയുടെ അപേക്ഷ കേട്ട്, അതൊരു സ്ത്രീയാണ്, മാതാവായ സ്ത്രീയുടെ അപേക്ഷ കേട്ട് കപിലൻ ആത്മതത്വശാസ്ത്രവും ഭക്തിമഹിമയും യോഗ പദ്ധതിയും ഉപദേശിക്കുന്നു. അവർക്ക് പലതരത്തിലുള്ള ശാസ്ത്രങ്ങളെ ഉപദേശിക്കുകയാണ്. ഇനി 32 മുതൽ 33 വരെ കപിലൻ പറയുന്നു, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മാറി, നമ്മുടെ കാണുക, കേൾക്കുക, രുചിക്കുക, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അതിൽ നിന്നെല്ലാം മാറണം. നമുക്കൊന്നും കാണണ്ട, ഒന്നും കേൾക്കണ്ട, ഒന്നും രുചിക്കണ്ട, ഒന്നും തൊട്ടു നോക്കണ്ട, ഒരു സുഖവും വേണ്ട. അതിൽ നിന്നെല്ലാം മാറി, അപ്പം അവിടെ തന്നെ നമ്മളെ കാണാനും കേൾക്കാനുള്ള അവയവങ്ങളെല്ലാം നമ്മൾ ഒന്നും കേൾക്കുന്നില്ല, ആരെയും ഒന്നും കേൾക്കണ്ട. അപ്പോൾ ഏകാന്തമായ അവസ്ഥയിലാണ്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, വീട് വിട്ടിറങ്ങുക, ബന്ധുക്കളെ ഉപേക്ഷിക്കുക. അല്ലാതെ ആ ബ്രഹ്മവുമായിട്ട് സമാധിയിലേക്കൊന്നും എത്തില്ല. ആദ്യം തന്നെ വീട് വിട്ടിട്ട് ഒറ്റയാകണം. അപ്പം ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മാറി മനസ്സിനെ ഏകാഗ്രമാക്കണം. ഭഗവാനിൽ മാത്രം മനസ്സിനെ ഉറപ്പിക്കുക. അതാണ് ഭഗവത് സംബന്ധമായ ഉത്തമ ഭക്തി. ഇപ്പം ശരിയായ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ലോക കാര്യങ്ങളിൽ ഒന്നും തലയിടാതെ, കാണാനും കേൾക്കാനും പോകാതെ ഭഗവാനിൽ മാത്രം ചിന്ത അർപ്പിക്കുമ്പോൾ ഏക വ്യക്തിയാണ്. അത് പിന്നെ മറ്റുള്ളവരുമായിട്ട് കൂട്ടില്ല, അവൻ പ്രഭാഷണമൊന്നും നടത്താൻ പോകില്ല. ആ ഏകനായി അത് ക്രമത്തിൽ അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ക്രമത്തിൽ ലിംഗശരീരത്തെ ജീർണിപ്പിക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ ശരീരം ജീർണിച്ചു പോകും. കണ്ണിന് കാണാനുള്ള ശക്തി നഷ്ടപ്പെടും, മൂക്കിന് മണക്കാനുള്ള ശക്തി നഷ്ടപ്പെടും, ചെവി കേൾക്കാത്ത അവസ്ഥയിലാകും, നാവ് രുചിക്കാത്ത അവസ്ഥയിലാകും, ശരീരം സ്പർശിക്കാത്ത അവസ്ഥയിലേക്കാകും, ഒന്നും കാണാനും കേൾക്കാനും പറ്റുന്നില്ല. അപ്പം കണ്ണ് കുരുടൻ്റെ അവസ്ഥ, കേൾക്കാത്തവൻ്റെ അവസ്ഥ. എന്നിട്ട് അവൻ പിന്നെ എന്തേ കാണുന്നുള്ളൂ? ആ ബ്രഹ്മം എന്ന ഒരു രൂപമേ, അതിന് രൂപമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലെത്തും. അപ്പം ശരീരമെല്ലാം ജീർണിച്ചു പോയി. ഏതുപോലെ എന്നാൽ ഭക്ഷിച്ച വസ്തുവിനെ ജഡരാഗ്നി ദഹിപ്പിക്കുന്ന പോലെ നമ്മൾ എന്ത് വിട്ട് വിഴുങ്ങിയാലും ശരീരത്തിലെത്തുമ്പോൾ അത് ജഡരാഗ്നി എല്ലാം വിഭജിച്ചിട്ട് ഒന്നുമല്ലാതെയാക്കിയാണ്. അതുപോലെ നമ്മളെ ശരീരത്തെ മുഴുവൻ എന്താക്കി കളയും? നശിപ്പിച്ചു കളയും. അപ്പോൾ ശരീരം ഒരു പഴം തുണിയാണ്.
ബ്രഹ്മസാക്ഷാത്കാരം നേടിയാൽ ഈ ശരീരം കൊണ്ടുപോയിട്ട് എടുത്തിട്ട് പൂജിക്കുക മറ്റേതെല്ലാം ചെയ്യുക, ശരീരം കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരാളെ എൻ്റെ ശരീരം എടുത്തിട്ട് നാളെ കെട്ടി മറ്റേ ഇതെല്ലാം കെട്ടിയിട്ട് അവിടെ വെച്ചിട്ട് പൂജ നടത്തണം എന്നൊന്നും പറയില്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നവന് ശരീരത്തെ ജീർണിച്ച് പഴം തുണി കടക്കെ നമ്മളെ വസ്ത്രം പഴം തുണിയായിട്ട് കളയുന്ന പോലെ കളയുകയാണ്. അത് പിന്നെ എവിടെയെങ്കിലും വീണോളൂ. അതിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഒന്നും ഉണ്ടാവില്ല. ചുക്കി ചുളുങ്ങി ഒരു ഭക്ഷണമെല്ലാം കഴിഞ്ഞല്ല, കണ്ണും പ്രവർത്തിക്കുന്നില്ല, നാക്കും മൂക്കും ഒന്നും പ്രവർത്തിക്കാത്ത അവസ്ഥയിലായി. ശരീരം ജീർണിച്ചു പോയി അവസ്ഥയിൽ എത്തും. ഇനി 34 അതെല്ലാം ഭക്തിയോഗം എന്ന് പറയാം. എന്നാൽ ജ്ഞാനയോഗം എങ്ങനെയാണ്? എൻ്റെ പാദസേവയിൽ അത്യാസക്തി ഉള്ളവർ, എൻ്റെ പരിചരിക്കുക കാലത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ സൃഷ്ടിച്ച എന്തോ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ആ കർമ്മം ഞാൻ അങ്ങേക്കായിട്ട് ചെയ്തു കൊടുക്കുന്നു. അപ്പം എൻ്റെ പാദസേവയിൽ അത്യാസക്തി ഉണ്ടായി എനിക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവർ. അപ്പം എന്ത് കർമ്മം ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം കർദമൻ ബ്രഹ്മസാക്ഷാത്കാരത്തിന് താല്പര്യമുള്ള വ്യക്തിയാണ്. പക്ഷേ ബ്രഹ്മാവ് പറയുന്നു കുട്ടി ഉണ്ടാക്കണമെന്ന്. ഒരു 9 കുട്ടികളെയും പിന്നെ ഒരു കുട്ടിയും 10 ഉണ്ടാക്കാൻ പറയുമ്പോൾ ഇവളെ ആയിട്ട് കൂടി ചേർത്തിട്ട് എന്ത് പറ്റുന്നു? ആരുമായിട്ട്? ദേവാഹൂതിയായിട്ട് കൂടിച്ചേർന്നിട്ട് കുട്ടികളെ ഉണ്ടാക്കുന്നു. എന്നിട്ട് കുട്ടികളുണ്ടായതിൻ്റെ ചേട്ടൻ അങ്ങനെ അങ്ങ് പോയി. അതുപോലെ എനിക്കായി എല്ലാ കർമ്മവും ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ട്. അവർ മുക്തിയെപ്പറ്റി ചിന്തിക്കാറില്ല. ഇപ്പം ചില യുക്തിവാദികൾ, ചില നിരീശ്വരവാദികൾ ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യുന്നുണ്ട്. അവർ ഈശ്വരനെ വിചാരിച്ചിട്ടല്ല, മുക്തി ആലോചിച്ചിട്ടല്ല. അവർ നിരീശ്വരവാദിയായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. പക്ഷേ ലോകനന്മ ഉദ്ദേശിച്ച് മാത്രം ഒരു ക്ഷത്രിയനാണെങ്കിൽ ക്ഷത്രിയൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് ലോകത്തെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ പ്രവർത്തിക്കുന്ന അവന് വേണ്ടിയല്ല, ചിലപ്പോൾ അവൻ മരിക്കുക പോലും ചെയ്യും. ആ പ്രവൃത്തിയിൽ ഇറങ്ങിയിട്ട് മരിക്കുക പോലും ചെയ്തെന്ന് വരും. എന്നാൽ അവനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പോകുന്ന വ്യക്തികൾ അവർ നിരീശ്വരവാദികളാണ്, ഇതിനെ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവർ പോലും, അങ്ങനെ ചെയ്യുന്ന ചിലവരുണ്ട്, അവരെന്ത് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം മോശമൊന്നും ചിന്തിക്കില്ല. നിരീശ്വരവാദികൾക്കെല്ലാം ബ്രഹ്മസാക്ഷാത്കാരം അവരതൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രം തന്നെയാണ് ബ്രഹ്മം. അപ്പം ഈശ്വരൻ എന്ന ചിന്തയിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ. ഇവിടെ പറയുന്നത് എൻ്റെ പാദസേവയിൽ അത്യാസക്തി ഉള്ളവരും എനിക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യുന്നവരും. അവർ ചെയ്യുന്ന എനിക്ക് എന്ന് പറയുമ്പോൾ ഈശ്വരനൊന്നും വിചാരിച്ചിട്ടില്ല, ഈശ്വരന് വേണ്ടി ചിന്തിക്കുന്നവരും. ഇപ്പം നല്ല ആത്മീയവാദികളായ ആൾക്കാരും എന്തുണ്ടാവും, അവർ ചെയ്യുമ്പോൾ, ഒരു രാഷ്ട്രത്തിന് വേണ്ടി വല്ലതും ചെയ്യുമ്പോൾ അവർ ഈശ്വരനെ വിചാരിച്ചിട്ട് ചെയ്യും. ഇപ്പം ഗാന്ധിജിയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്, ത്യാഗം സഹിച്ചത് ഈശ്വരനെ ചിന്തിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർ. പക്ഷെ അങ്ങനെ ആണെന്നുമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെയാണ്. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ അതിൽ പെടുത്താം. പക്ഷെ അവരൊന്നും എന്തല്ല, മോക്ഷം ചിന്തിച്ചിട്ടല്ല ചെയ്തത്. ഗാന്ധിജി മോക്ഷം മുക്തി ചെയ്ത് ബ്രഹ്മസാക്ഷാത്കാരം എന്ന ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ രാഷ്ട്രീയത്തിലുള്ള താല്പര്യം കൊണ്ട് രാഷ്ട്രത്തെപ്പറ്റി ചിന്തയാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, മുക്തിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. എന്നിട്ട് എന്ത് പറയുന്നു? അങ്ങനെ ഭക്തിയുള്ളവര്, സത്തുക്കളായ ഭക്തന്മാർ അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ഭക്തിയുള്ളവരാണെങ്കിൽ, മറ്റുള്ളവര് അല്ല. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മറ്റേ യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരെന്നെല്ലാം പറയുന്ന അവര് അങ്ങനെ ഒരു ലക്ഷ്യത്തിലല്ല. ഇവർ ഭക്തിയോടുകൂടി ചെയ്യുമ്പോൾ ഭക്തന്മാർ അവര് പ്രസന്നമുഖവും അരുണനേത്രവും വരം പ്രദാനം ചെയ്യുന്നതുമായ എൻ്റെ രൂപത്തെ ദർശിക്കുന്നു. അവർ ക്രമത്തിൽ എൻ്റെ രൂപത്തെ ദർശിക്കും.
കാരണം അവർ ആ ബ്രഹ്മത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. മറ്റവരെ ഭൗതിക ലോകത്തെ ചിന്തിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അവർ നല്ലൊരു ഭൗതിക ലോകമാണ് അവർ നേടുന്നത്. പക്ഷെ ഇവർ കർമ്മം ചെയ്യുന്നത് ആ ബ്രഹ്മത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ രൂപം ഭാവം ഒന്നുമില്ലാതെ ആ നിർഗുണമായ അവസ്ഥ. എങ്ങനെയാണ് നിർഗുണമായ അവസ്ഥ ഉണ്ടാകുന്നത്? അവരെ കണ്ണിൻ്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെടും, ചെവിടിൻ്റെ കാഴ്ച ഇത് നഷ്ടപ്പെടും, മൂക്കിൻ്റെ എല്ലാം നഷ്ടപ്പെടും. പിന്നെ അവരെ കാണുന്നത് ശൂന്യമാണ്. ആ ശൂന്യമായ രൂപം അത് തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ രൂപം. ബ്രഹ്മത്തിൻ്റെ രൂപവും ഭാവവും ഒന്നുമില്ല. അപ്പോൾ അവർ ദർശിക്കുന്നത് എല്ലാം ഒരു ശൂന്യമായ അവസ്ഥയായിട്ട് കാണും. ആര്? ആത്മീയവാദികൾ അങ്ങനെ പോയാൽ. അല്ലാതെ മറ്റുള്ളവരിപ്പം നിരീശ്വരവാദികളെല്ലാം പോയാൽ ഈ തരത്തിലല്ല കാണും. കാരണം അവർ അവരുടെ കണ്ണുകളും മൂക്കളെയും ഒന്നും നശിപ്പിക്കുന്നില്ല. അവർ കണ്ണെല്ലാം തുറന്നു വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അവർ പ്രപഞ്ചത്തെ കാണുകയുള്ളൂ. പക്ഷെ ഇവര് മാത്രം ചിന്തിച്ചു പോകുന്നവര്, സന്യാസിയായി പോകുന്നവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെ കണ്ണും കാഴ്ചയെല്ലാം നശിച്ച് അവസാനം അവർ ഒന്നും കാണാത്ത ഒരവസ്ഥയിൽ, ശൂന്യമായ അവസ്ഥയിൽ ആ ബ്രഹ്മത്തെ തന്നെ, എൻ്റെ രൂപത്തെ തന്നെ കാണും. അതോടുകൂടി ആ ബ്രഹ്മത്തെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് അതിൽ ലയിച്ചങ്ങ് കഴിയും. പക്ഷെ അവര് ഈശ്വരൻ്റെ ധാരണയോടുകൂടി ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത്. അതേ യഥാർത്ഥത്തിൽ അവർക്ക് മോക്ഷമൊന്നും അവർ ചിന്തിക്കുന്നില്ല. മോക്ഷം ചിന്തിക്കാത്തവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ചില ഭക്തന്മാരുണ്ട്, ആ ഭക്തന്മാർ ആ കൃഷ്ണനെ തന്നെ ചിന്തിച്ചിട്ട് നിൽക്കും. അവർ ആ കൃഷ്ണനിൽ വഹിക്കുന്നു, അല്ലാതെ മോക്ഷം ലഭിക്കണം ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരമൊന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ അവർ എൻ്റെ കൗതുകകരമായ സർവാംഗങ്ങളിൽ എൻ്റെ ഭംഗിയുള്ള അവയവങ്ങളെ പറ്റിയെല്ലാം ചിന്തിക്കുക. കൃഷ്ണൻ്റെ സുന്ദരമായ രൂപം, മയിൽപ്പീലി, ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്. അവര് ബ്രഹ്മസാക്ഷാത്കാരം നേടാനല്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പുനർജന്മം വേണമെന്ന് ചോദിച്ചാൽ അവർ നല്ല വീട്ടിൽ ജനിക്കണം എന്ന് അവർ പറയും. പക്ഷെ ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ പുനർജന്മം ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെയുള്ളവര് എൻ്റെ ലീലാസ്പിതമായ കടാക്ഷത്തിലും ആ കൃഷ്ണകഥകളിൽ ലീലകളിലുള്ള എല്ലാം ആകൃഷ്ടരായിട്ട് മറ്റും ആകൃഷ്ടരായവർ മോക്ഷത്തെ കാക്ഷിക്കാത്തവരാണെങ്കിൽ അവർ മോക്ഷം ലഭിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ക്രമേണ മുക്തിഭാവത്തിലേക്ക് കയറ്റപ്പെടും. പക്ഷെ അങ്ങനെ അവരങ്ങനെ ആ കൃഷ്ണൻ്റെ കഥകളിലെല്ലാം മോഹിച്ച് നടന്ന് അവസാനം അവർ എവിടെ എത്തുക? മുക്തിമാർഗത്തിലേക്ക് കയറ്റപ്പെടും. 37 പറയുന്നു, അങ്ങനെ അതിൽ പിന്നെ അവർക്ക് ക്രമത്തിൽ ഭോഗ വിഷയങ്ങളിലെല്ലാം താല്പര്യം നഷ്ടപ്പെടുന്നു. അതായത് പിന്നെ തിന്നാനും കുടിക്കാനും കുട്ടികളെ കൊഞ്ചിക്കാനും അല്ല മക്കളോട് ടൂർ പോകാൻ, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം വെറും കൃഷ്ണനിലേക്ക് ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പം ഭോഗസമ്പത്തിലൊന്നും താല്പര്യമുണ്ടാവില്ല. സമൃദ്ധി വേണം, എനിക്കത് വേണം, ഇത് വേണം, ഇതൊന്നും താല്പര്യമുണ്ടാവില്ല. ഒരു ബന്ധവും ഉണ്ടാവില്ല. എപ്പോഴും ആ കൃഷ്ണൻ്റെ ലീലയിൽ ആ ഒരു രൂപത്തിൽ കഥകളിൽ അങ്ങനെ ഭ്രമിച്ച് ബാക്കി എല്ലാ ബന്ധങ്ങളും വേർപെടുകയാണെങ്കിൽ, അതൊന്നും അഭിലഷിക്കുന്നില്ലെങ്കിൽ അവർ എൻ്റെ വൈകുണ്ഠ ലോകത്തിലെത്തും. അങ്ങനെ അവർക്ക് പറ്റുമെങ്കിൽ അവർക്കും എവിടെ എത്താം? ബ്രഹ്മലോകത്തിൽ എത്താം. കൃഷ്ണൻ്റെ ലീലകളെ പറ്റി ആലോചിച്ചിട്ട് അതിന് മുകളിൽ ഇരിച്ചിട്ട് ഒരുമാതിരി എന്താണെന്നാ പറയേണ്ടത് അത് തന്നെ എത്തിക്കഴിഞ്ഞാൽ വേറെ വീട്ടുകാരെ പറ്റി ചിന്തയില്ല, ഭക്ഷണം ഭാഗം ഒന്നിനും ചിന്തയില്ലാതെ ആയിക്കഴിഞ്ഞാൽ അവർക്കും അവിടെ എത്താൻ പറ്റും. അതിന് പിന്നെ സന്യസിക്കാൻ പോകുമൊന്നും വേണ്ട. ഇങ്ങനെ എപ്പോഴും അതിൽ തന്നെ ചിന്ത വെച്ച് പോകാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം വിടണം. വിടാതെ ഒരു പരിപാടിയില്ല. ബന്ധങ്ങളെല്ലാം മടുത്തു മാറ്റാതെ ഒരു പരിപാടിയും ഇല്ല. എപ്പോഴും അതിന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ വൈകുണ്ഠത്തിലെത്താം. അതും മതി. ലളിതമാർഗമാണ്. വേറെ ഒന്നും വേണ്ട. സന്യാസം ഉടുപ്പെടുത്ത് കളയോ ഒന്നും വേണ്ട. ചിന്ത എപ്പോഴായാലും വസ്ത്രം ഇടണോ? ഒരു വസ്ത്രം, കാരണം വസ്ത്രം ഇടാതെ നടക്കാൻ പറ്റില്ല. ഏതെങ്കിലും കിട്ടുന്ന ഒരു വസ്ത്രം എടുത്തുകൊണ്ടോ. എന്നിട്ട് ചിന്ത എപ്പോഴും
ആ കൃഷ്ണന്റെ ലീലകളിൽ മാത്രമാക്കിയാൽ എന്ത് പറ്റും? കൃഷ്ണൻ എന്നല്ല പറഞ്ഞത്, വിഷ്ണുവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. വൈകുണ്ഠത്തിൽ എത്താം. വൈകുണ്ഠത്തിൽ 38. എന്നിട്ട് വൈകുണ്ഠത്തിൽ എന്നെ തന്നെ ഭജിക്കുന്നവർ ഒരു കാലത്തും പിന്നെ ഒരു കോട്ടവും സംഭവിക്കില്ല. അങ്ങനെ തന്നെ എന്നെ ഭജിച്ചുകൊണ്ട് ആ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ പ്രേമം കൊണ്ട് പ്രിയനായിരിക്കുക. എൻ്റെ പ്രേമം ആ ദൈവത്തെ പറ്റിയായിരിക്കുക. അപ്പോൾ പ്രേമം കൊണ്ട് പ്രിയനായിരിക്കുക. അപ്പം നമുക്കൊരു പ്രേമമുണ്ട്. ആരോട്? അങ്ങേരോട്, ആ ശക്തിയോട്. ശ്രദ്ധ കൊണ്ട് ആത്മാവും. ശ്രദ്ധ കൊണ്ട് ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവിനെ പറ്റി ശ്രദ്ധ എപ്പോഴും ഉണ്ടാവുക. വാത്സല്യം കൊണ്ട് മകനും. വാത്സല്യം കൊണ്ട് മകനെ പോലെ അതിനെ കാണണം. വിശ്വാസം കൊണ്ട് തോഴനും. അങ്ങനെയുള്ളൊരു തോഴനായിട്ട് കാണണം. ഉപദേശം നൽകുന്ന ആചാര്യനും എല്ലാമായിട്ട് കണ്ടുകൊണ്ട് പുണ്യത കൊണ്ട് ഇഷ്ടദേവനും, ഒരു ഇഷ്ടദേവനായിട്ട് അതിനെ സങ്കല്പിച്ചുകൊണ്ട് ആര് നീങ്ങുന്നുവോ അവരെ എൻ്റെ കാലമാകുന്ന ചക്രം തുളച്ച് നീക്കുകയില്ല. കാലചക്രത്തിൽ നിന്ന് തുളച്ച് നീക്കുകയില്ല എന്ന് പറയുമ്പോൾ കാലചക്രത്തിലൂടെ മരണം സംഭവിക്കില്ല. അതിന് മുമ്പ് തന്നെ മോക്ഷം പ്രാപിക്കും. ഇനി 39-40 പറയുകയാണ്, ഇഹപരലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ആത്മാവിനെ. നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യുന്നുണ്ട്? ജനിക്കുന്നു, മരിക്കുന്നു, പരലോകത്ത് പോകുന്നു, പിന്നെയും വന്ന് ജനിക്കുന്നു, പിന്നെയും പോകുന്നു. ഇതാണ് നമ്മുടെ ജീവാത്മാവ്. ആ ജീവാത്മാവിനെയും അതുമായി ബന്ധപ്പെട്ട ധനം, എന്തിനു വേണ്ടിയാണ്? ധനം ഉണ്ടാക്കാനും പശുക്കളെ കിട്ടാനും ഭവനം എന്നിവയെല്ലാം എല്ലാം ഉപേക്ഷിക്കണം. അപ്പം ജനിച്ചു മരിച്ചു എന്ന ചിന്ത ഇനിയില്ല. എനിക്ക് ജനിക്കുകയും വേണ്ട, മരിക്കുകയും വേണ്ട. ഈ വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് സർവവ്യാപിയായി പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന ആ ശക്തിയെ ആര് ഭജിക്കുന്നുവോ, അതിനെ മാത്രം ഭജിച്ചുകൊണ്ട് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ ഉപേക്ഷിക്കും. എനിക്കിനി ജനിക്കുകയും വേണ്ട, മരിക്കുകയും വേണ്ട, അതെല്ലാം കളഞ്ഞിട്ട് ആ ഭഗവാനെ മാത്രം ഉപാസിക്കുന്നുവോ അവൻ മൃത്യു ലോകത്തിൽ നിന്നും കരകയറ്റപ്പെടും. പിന്നെ അവന് മരണമില്ല. അവൻ ബ്രഹ്മസാക്ഷാത്കാരം നേടി. പിന്നെ 41 പറയുന്നു, പ്രകൃതിയുടെയും പുരുഷൻ്റെയും, കാരണം ലോകത്തിൽ പ്രകൃതി പുരുഷൻ, അങ്ങനെയാണ് ഈ ലോകമുണ്ടായിരിക്കുന്നത്. നിയന്താവായ സർവചരാചരങ്ങളുടെയും ദേഹവും ദേഹിയുമായി ഈ ലോകത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതിൻ്റെ ശരീരവും അതിൻ്റെ അകത്തിലുള്ള ആ ശക്തിവിശേഷവും ഞാൻ തന്നെയാണ്. ജ്ഞാന ഐശ്വര്യപൂർണനായ, എല്ലാ ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പൂർണ്ണനായ എന്നെ വിട്ടാൽ ഈ കൊടുംഭയം നീങ്ങില്ല. ഇപ്പം ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്ങൾ, നമ്മളെപ്പോഴും ഭയത്തിൻ്റെ പിന്നിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ ഭയം നീങ്ങണ്ടിക്കൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെയും ഭക്താവായ ആ ശക്തിയെ മാത്രം, അതേ ഉള്ളു ലോകത്തിൽ, എല്ലാം അതാണ് എന്ന ചിന്തയിൽ കഴിയില്ല. എന്നിട്ട് 42 പറയുന്നു, എന്നെ ഭയന്നിട്ടാണ് കാശ് വീശുന്നത്, എന്നെ ഭയന്നിട്ടാണ് സൂര്യൻ എരിയുന്നത്, എന്നെ ഭയന്നിട്ടാണ് ദേവേന്ദ്രൻ മഴ പെയ്ക്കുന്നത്, എന്നെ ഭയന്നിട്ടാണ് അഗ്നി ദഹിപ്പിക്കുന്നത്, എന്നെ ഭയന്നിട്ടാണ് അന്തകം പോലും, മൃത്യുവിൻ്റെ ദേവൻ പോലും സഞ്ചരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, യോഗികളായവരെ ജ്ഞാനം വൈരാഗ്യം എന്നിവയോടുകൂടി, വൈരാഗ്യം അത്യാവശ്യമാണ്, ജ്ഞാനം അത്യാവശ്യമാണ്. ആ ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം, അല്ലാതെ ഭൗതിക ലോകത്തിലെ മോഡേൺ സയൻസിൻ്റെ ജ്ഞാനമല്ല. ആ ബ്രഹ്മരഹസ്യം, ആ ബ്രഹ്മജ്ഞാനവും വൈരാഗ്യം, എന്നിട്ട് വൈരാഗ്യമുണ്ട് എന്നിവയോടുകൂടി ഭക്തിയോഗം കൊണ്ട് എവിടെ നിന്നും ഭയമില്ലാതെ എൻ്റെ പാദത്തിൽ വന്നു ചേരുന്നു. അങ്ങനെ നിൽക്കുന്നവർ പിന്നെ എന്നെ എവിടെയും ഭയമുണ്ടാകില്ല, അവർ എന്നിൽ വന്ന് ചേരും. എന്നിട്ട് അവസാനമായി പറയുകയാണ്, ബലവത്തായ ഭക്തിയോഗത്തിൽ ആ ശക്തിയെ മാത്രം ചിന്തിച്ചുകൊണ്ട് മനസ്സിന് എന്നിൽ അർപ്പിച്ചിട്ട്
അങ്ങനെ ഒരു ഈശ്വരനാണ് ഈ ലോകത്തെ നയിക്കുന്നത്. ലോകമായതും അതാണ്. അങ്ങനെയുള്ള ഒരു ശക്തിയിൽ മനസ്സർപ്പിച്ചിട്ട് അചഞ്ചലമായിരിക്കുക, അനങ്ങാതെ ഒരു സ്ഥലത്ത് അങ്ങനെ കഴിഞ്ഞുകൂടുക. ആരെ കൂട്ടുമില്ലാതെ ഏതെങ്കിലും ഒരു ഏകാന്തമായ സ്ഥലത്ത് അചഞ്ചലനായിരിക്കുക. ഇനിയുള്ള ദിവസം അങ്ങനെ ഇരുന്നു പോകുക, അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് എന്നത് മാത്രമാണ് ഈ ലോകത്തിൽ പരമപദം ലഭിക്കുവാനുള്ള ഏക വഴി. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ ഏക വഴി എന്താണെന്ന് എല്ലാം വിട്ടുകൊണ്ട് അതിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഏകനായിട്ട് എവിടെയെങ്കിലും പോയി ഇനിയുള്ള കാലം കഴിക്കും.